വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രയൽ ബാലൻസിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് സിഗ്നിഫിക്കൻസ് ഓഫ് എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രയൽ ബാലൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് എറേഴ്സ്. ഏതൊക്കെ എറേഴ്സാണ് വരുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന ഭാഗം. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് +1 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ്. +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടി ഉപയോഗപ്പെടുന്ന ക്ലാസ്സുകളാണിത്. അപ്പോൾ അവർക്ക് കൂടി ഈ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്താം. കാരണം അവരുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ പോയിൻ്റ് വൈസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിന് അക്കൗണ്ടിങ്ങിൽ നമ്മൾ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ PSCയുടെ ഒരു രീതി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും, സ്റ്റേറ്റ്മെൻറ്റ് വൈസായി ചോദിച്ചാലും, അല്ലാതെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള ടേമിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മുടെ അക്കൗണ്ടിങ് ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എറേഴ്സ് ഓഫ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ് ഷുഡ് ബി ഈക്വൽ. രണ്ടും ഈക്വൽ ആയിരിക്കും. അത് ഈക്വൽ അല്ല എന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദർ ഈസ് സം മിസ്റ്റേക്ക് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. നമ്മൾ ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? എ ട്രയൽ ബാലൻസ് ഈസ് ടേക്കൺ ഔട്ട് വെയർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ആർ സെപ്പറേറ്റ്ലി ലിസ്റ്റഡ് ആൻഡ് ടോട്ടൽ. ഇഫ് ദ ടു ടോട്ടൽസ് ഡു നോട്ട് അഗ്രി, it is definite that there have been some errors. If the two totals do agree, it may safely be assumed that the books have been written off correctly. അപ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് കോളംസും ടോട്ടൽ അല്ല എന്നാണെങ്കിൽ ദർ ഈസ് സം മിസ്റ്റേക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് ഓഫ് എറേഴ്സാണ് എറൈസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. First one is errors which do not affect the agreement of trial balance. Errors which do not affect the agreement of trial balance. ട്രയൽ ബാലൻസ് എഗ്രിമെൻറ്റിനെ യാതൊരു വിധത്തിലും എഫക്റ്റ് ചെയ്യാത്ത എറേഴ്സാണ് ദിസ് ടൈപ്പ് ഓഫ് എറേഴ്സ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് എറേഴ്സ് വിച്ച് വിൽ എഫക്റ്റ് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എഗ്രിമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന എറേഴ്സാണ് സെക്കൻഡ് വൺ. The errors that will affect the agreement of the trial balance can be called one-sided errors. അതായത് ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ വിച്ച് എഫക്റ്റ് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ് എഫക്റ്റ് ചെയ്യുന്ന എറേഴ്സിനെ വൺ സൈഡഡ് എറേഴ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് എറേഴ്സ് ഡു നോട്ട് എഫക്റ്റ് ദ എഗ്രിമെൻറ്റ് ഓഫ് ദ ട്രയൽ ബാലൻസ് ക്യാൻ ബി കോൾഡ് ടു സൈഡഡ് എറേഴ്സ്. എഫക്റ്റ് ചെയ്യാത്ത എറേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ടു സൈഡഡ് എറേഴ്സ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് എറേഴ്സാണ് ഈ ഒരു കേസിൽ വരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് എറേഴ്സാണ്? ഫസ്റ്റ് വൺ ഈസ് എറർ ഓഫ് പ്രിൻസിപ്പിൾ, സെക്കൻഡ് വൺ എറർ ഓഫ് ഒമീഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് എറർ ഓഫ് കമ്മീഷൻ, ആൻഡ് ഫോർത്ത് വൺ ഈസ് കോമ്പൻസേറ്റിംഗ് എറർ ഓർ ഓഫ് സെറ്റിംഗ് എറേഴ്സ്. ഇനി ഓരോ എററും എന്താണെന്ന് നമുക്ക് പഠിക്കാം. Error of principle. When a transaction is recorded in contravention of accounting principles, it is an error of principle. For example, purchase of office furniture was debited to purchase account. This amount ought to have been debited to furniture account. In this case, there is no effect of trial balance since the amount are placed on the correct side through in a wrong account. അപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when a transaction is recorded in contravention of accounting principle, it is an error of principle. അങ്ങനെ വരുന്ന എററാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞു. പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ എങ്ങനെയാണ് എൻട്രി വരുന്നത്? ഓഫീസ് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ വാസ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്, അത് പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. ദിസ് എമൗണ്ട് ഓട്ട് ടു ഹാവ് ബീൻ ഡെബിറ്റഡ് ടു ഫർണിച്ചർ അക്കൗണ്ട്, അല്ലേ?
അങ്ങനെ വരുന്ന കേസിൽ ദർ ഈസ് നോ ഇഫക്റ്റ് ഓഫ് ട്രയൽ ബാലൻസിൽ യാതൊരു ഇഫക്റ്റും വരുന്നില്ല. പക്ഷേ ദിസ് എമൗണ്ട്സ് ആർ പ്ലേസ്ഡ് ഓൺ കറക്റ്റ് സൈഡ് ത്രൂ ഇൻ എ റോങ് അക്കൗണ്ട്. കറക്റ്റ് സൈഡിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ, പക്ഷേ അക്കൗണ്ട് റോങ് ആണെന്ന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫർണിച്ചർ വാങ്ങുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എഴുതുന്നത്. ഫർണിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ടു ക്യാഷ് കാണിക്കണം അല്ലേ, അതിന് പകരം പർച്ചേസസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്തത്. So this is a type of error of principle. And second one is error of omission. When a transaction is omitted to be entered in the book of original entry, example purchase book, sales book, cash book, etc., or omitted to be posted from the book of original entry to the ledger, it is an error of omission. Omission എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ വിട്ടു പോവുക എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ. വെൻ എ ട്രാൻസാക്ഷൻ ഈസ് ഒമിറ്റഡ് ടു ബി എൻറ്റേർഡ് ഇൻ ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുമ്പം ക്യാഷ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസസ് ബുക്കൊക്കെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ് അല്ലേ. അതിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. ഓർ ഒമിറ്റഡ് ടു ബി പോസ്റ്റഡ് ഫ്രം ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ടു ദ ലെഡ്ജർ. അല്ലെങ്കിൽ നമ്മൾ ഒറിജിനൽ എൻട്രിയിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് ലെഡ്ജറിലേക്ക് നമ്മൾ എഴുതാൻ വേണ്ടി വിട്ടുപോയി. അങ്ങനെ വരുന്ന കേസാണ് എറർ ഓഫ് ഒമിഷൻ. ദ ഒമിഷൻ മേ ബി ഐദർ കംപ്ലീറ്റ് ഓർ ഇറ്റ് മേ ബി ഇൻ പാർട്ട്ലി. ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകുന്നതാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട്ലി ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ വിട്ടുപോകുന്നതാവും. In case of complete omission, it will have no effect of trial balance, but trial balance will show disagreement if the omission is partial. കംപ്ലീറ്റ് ഒമീഷൻ ആകുമ്പം ട്രയൽ ബാലൻസിൽ എന്ത് വരില്ല, ഡിസഗ്രിമെൻ്റ് ഉണ്ടാവില്ല. പാർഷ്യൽ ഒമീഷൻ ആവുന്ന സമയത്ത് ഇറ്റ് വിൽ എഫക്റ്റ് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ദാറ്റ് ഈസ് ദ കേസ്. ആൻഡ് തേർഡ് ടൈപ്പ് ഓഫ് എറർ ഈസ് എറർ ഓഫ് കമ്മീഷൻ. In the case of error of commission, if while making an entry, the wrong amount is written either in the subsidiary book or in ledger, or the entry is made on the wrong side of the account, the error will be an error of commission. അതായത് എമൗണ്ട് എഴുതിയത് തെറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന സൈഡ് മിസ്റ്റേക്ക് ആയിപ്പോയി. ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത് ക്രെഡിറ്റിൽ എഴുതി, അല്ലെങ്കിൽ ക്രെഡിറ്റിൽ എഴുതേണ്ടത് ഡെബിറ്റിൽ എഴുതി. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് എറർ ഓഫ് കമ്മീഷനാണ് അല്ലേ. എഗെയിൻ ദ എറേഴ്സ് കമ്മിറ്റഡ് ഓർ മെയ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ടോട്ടലിംഗ്, അതേപോലെ ബാലൻസിങ്, അങ്ങനെയൊക്കെ കേസിൽ നമ്മൾ മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ അതൊക്കെ മൊത്തം ചേഞ്ച് ആവും അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നത് എന്താണ്, എറർ ഓഫ് കമ്മീഷനാണ്. റോങ് ബാലൻസിങ്, റോങ് കാസ്റ്റിംഗ്, റോങ് ടോട്ടലിംഗ്, റോങ് ക്യാരി ഫോർവേഡ്, അതുപോലെ എറേഴ്സ് ഇൻ ടേക്കിംഗ് ഔട്ട് ബാലൻസസ് ഓഫ് ലെഡ്ജർ എന്നൊക്കെ പറയുന്നത് എറർ ഓഫ് കമ്മീഷനാണ്. നെക്സ്റ്റ് വൺ ഈസ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആണ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. If the effect of an error in one account is cancelled by the effect of one or more errors in some other account or accounts, it is called a compensating error. അപ്പോൾ നമുക്കിപ്പം ഈ എറേഴ്സ് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അറിയാതെ ഒരു 2000 എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതിയെന്ന് വിചാരിക്കാം. ആ എമൗണ്ട് ശരിക്കും നമുക്ക് അറിയാതെ എഴുതി പോയതാണ്, ആ ഒരു ഐറ്റം അവിടെ എടുക്കില്ല. അപ്പോൾ അതേ എമൗണ്ട് തന്നെ അതേ എൻട്രി തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിൽ എഴുതിയത് തന്നെ ഡെബിറ്റ് സൈഡിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആ ഇഫക്റ്റ് അങ്ങോട്ട് പോകും അല്ലേ. ആ രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന എററാണ് കോമ്പൻസേറ്റിംഗ് എറർ. ഇഫ് ദ പർച്ചേസസ് ഓഫ് ബുക്ക് undercast by ₹200 and the sales book is also undercast to the extent of same amount, അങ്ങനെ വരുന്ന കേസാവുന്ന സമയത്തും ദിസ് വിൽ നോട്ട് എഫക്റ്റ് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. അങ്ങനെ വരുന്ന എറേഴ്സ്, നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന എറേഴ്സിനെയാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് എറേഴ്സ് ഉണ്ട്? എറർ ഓഫ് പ്രിൻസിപ്പിൾ, എറർ ഓഫ് ഒമീഷൻ, എറർ ഓഫ് കമ്മീഷൻ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. Next is rectification errors. Errors should not be corrected by overwriting. If it is ascertained that an error has been committed immediately after making that entry, it should be corrected by making fresh entry after neatly crossing out the wrong entry. അല്ലേ? അപ്പോൾ നമ്മൾ എറേഴ്സ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓവർ റൈറ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ജസ്റ്റ് അത് ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ടുള്ള എൻട്രി അതിൽ ചേർത്താൽ മതി. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യുക എന്ന് പറയാം അല്ലേ. മിസ്റ്റേക്ക് നമ്മൾ റെക്ടിഫൈ ചെയ്യാം. ബട്ട് ഇഫ് ദ എറേഴ്സ് ആർ ഡിറ്റക്റ്റഡ് ഓൺലി ആഫ്റ്റർ സം ടൈം, ദാറ്റ് ഈസ് അറ്റ് ദ ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, ഇറ്റ് ഷുഡ് ബി കറക്റ്റഡ് ബൈ മേക്കിംഗ് എ റെക്ടിഫിക്കേഷൻ എൻട്രി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ജേണൽ എൻട്രി സമയത്താണെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാം. പക്ഷേ ഫൈനൽ അക്കൗണ്ട്, അറ്റ് ദ ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് വി ആർ ഐഡൻറ്റിഫൈങ് ദീസ് എറേഴ്സ്. ഇൻ ദാറ്റ് ടൈം വി cannot rectify that errors. We can make which type of entry?
we can make rectification entry in that time. The entry is passed through the journal proper ഫോർ റെക്ടിഫൈങ് ദ എറേഴ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ ജേണൽ പ്രോപ്പർ പഠിച്ച സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട് റെക്ടിഫിക്കേഷൻ എൻട്രി ജേണൽ പ്രോപ്പറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എൻട്രിയിൽ മിസ്റ്റേക്ക് വന്നിട്ട് നമ്മളത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ആ ഒരു റെക്ടിഫിക്കേഷൻ എൻട്രി നമുക്ക് ജേണൽ പ്രോപ്പറിൽ കാണിക്കാൻ പറ്റും. അങ്ങനെ കാണിക്കുന്ന എൻട്രീസാണ് ഏത് എൻട്രി എന്ന് പറയുന്നത്, റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത്. ദ എൻട്രീസ് പാസ് ത്രൂ ദ ജേണൽ പ്രോപ്പർ for rectifying the errors in the books of accounts are known as rectifying entries. ഇതൊക്കെ നന്നായിട്ട് ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, അത് ഓർത്ത് വെക്കണം. These errors may be such as affecting only one account. ഏതെങ്കിലും ഒരു അക്കൗണ്ടിനെ മാത്രമാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് വൺ സൈഡഡ് എറേഴ്സ് ആണ്. ഓർ ദേ മേ എഫക്റ്റ് ബോത്ത് ദ അക്കൗണ്ട്സ് ഇൻവോൾവ്. രണ്ട് അക്കൗണ്ടിനെയും എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടു സൈഡഡ് എറേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ. വൺ സൈഡഡ് എറർ വിൽ കോസ് ഫോർ ദ ഡിസഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ് ബിക്കോസ് ദിസ് എറർ ഈസ് കമ്മിറ്റഡ് ഓൺലി ഓൺ വൺ ആസ്പെക്റ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ, അല്ലേ. വൺ സൈഡഡ് എറർ കോസ് ഡിസഗ്രിമെൻറ്റ് ടു ദ ട്രയൽ ബാലൻസ് ബട്ട് ടു സൈഡഡ് എറേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ നമ്മൾ രണ്ട് സൈഡിലും ആ ആവശ്യമില്ലാത്ത ആ ഒരു എമൗണ്ട് രണ്ട് സൈഡിലും എടുത്തു കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ആയി പോകും. സോ ഫാർ വി ഹാവ് ഡിസ്കസ് ദിസ് ഇൻ ഏർലിയർ. അതായത് ദ കറക്ഷൻസ് വെയർ മെയ്ഡ് ബൈ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആൻഡ് നോട്ട് ബൈ മീൻസ് ഓഫ് കംപ്ലീറ്റ് റെക്ടിഫിക്കേഷൻ എൻട്രി. ഇഫ് ദ എറർ കോസ് ഇൻ ടു സൈഡ്സ് ഇറ്റ് വിൽ നോട്ട് കോസ് ഡിസഗ്രിമെൻറ്റ് ടു ദ ട്രയൽ ബാലൻസ്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് എറേഴ്സ് വരുന്നത്. ഇത്ര കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. എറർ ഓഫ് പ്രിൻസിപ്പിൾ, എറർ ഓഫ് ഒമീഷൻ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. പിന്നെ നമ്മൾ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്താണെന്ന് പഠിച്ചു, റെക്ടിഫിക്കേഷൻ എൻട്രി എന്താണെന്ന് പഠിച്ചു, വൺ സൈഡഡ് എറർ ആൻഡ് ടു സൈഡഡ് എറർ. അപ്പോൾ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാമിന് എപ്പോഴും ഈ ഒരു എറേഴ്സിൻ്റെ ഭാഗം എപ്പോഴും എക്സാമിന് ചോദിച്ച് കാണാറുള്ളതാണ്. അപ്പോൾ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാഷ്യർ എക്സാം അങ്ങനെ ഒരുപാട് എക്സാമിന് എറേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് എറേഴ്സാണ്, ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് വിച്ച് ടൈപ്പ് ഓഫ് എറർ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം ചോദിക്കുക. അപ്പോൾ ഓരോ എററിൻ്റെയും റൂൾ എന്താണെന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ക്ലാസ് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിലിമിനറി എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് മെയിൻ എക്സാമിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.